അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഇന്നും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്ന ഒരു സംഭവം, ജോ അരിഡി എന്ന യുവാവിന്റെ വധശിക്ഷ. ലോകം പിന്നീട് അവനെ വിശേഷിപ്പിച്ചു ഹാപ്പിയസ്റ്റ് മാൻ ഓൺ ഡെത്ത് റോ. സമ്പന്നവും അതിലുപരി ഉയർന്ന സാക്ഷരതാ നിരക്കുമുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നത് കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടത്. അത് തെറ്റുപറ്റിയതാണോ മനഃപൂർവ്വമാണോ എന്ന് നമുക്ക് കാണാം. ശാരീരിക മാനസിക വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. എന്നാൽ അതൊരു മുതലെടുപ്പായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത് എന്ന സത്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. UNO പോലുള്ള സംഘടനകൾ ഇത്തരം ആളുകൾക്ക് സമത്വം, ആക്സസിബിലിറ്റി, വിവേചനമില്ലായ്മ എന്നിവ ഉറപ്പുവരുത്താൻ ആവശ്യപ്പെടുമ്പോൾ സമൂഹം ശാരീരിക മാനസിക ബുദ്ധിവൈകല്യമുള്ളവരെ പലപ്പോഴും അവഗണിക്കുകയും അനാദരിക്കുകയും വളരെ ക്രൂര വിനോദങ്ങൾക്ക് ഇരയാക്കുകയുമാണ് ചെയ്യുന്നത്. ചിലരുടെയൊക്കെ ക്രൂരത കൊണ്ട് ഭൗതിക വെല്ലുവിളികൾ നേരിട്ട ജോ അരിഡി എന്ന 23-കാരന്റെ ജീവിതം കണ്ണുകൾ നിറയാതെ നിങ്ങൾക്ക് മുഴുവൻ കേൾക്കുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. കഥാലോകത്തേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ, നറേറ്റർ പ്രിസ്ക ജോസഫ്. ഇന്നത്തെ കഥ ജോ അരിഡി. 1936 കൊളറാഡോയിലെ പ്യൂബ്ലോയിൽ ഡൊറോത്തി ഡ്രെയിൻ എന്ന 15 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യുവാവാണ് ജോ അരിഡി. മാനസിക വൈകല്യങ്ങൾ കാരണം തെറ്റായ കുറ്റസമ്മതം നടത്താൻ പോലീസ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഗവർണർ ടെല്ലർ അമോൺസ് അദ്ദേഹത്തിന് മാപ്പ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 1939 ജനുവരി 6 അരിഡിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. 1915 കൊളറാഡോയിലെ പ്യൂബ്ലോയിൽ മേരിയുടെയും ഹെൻറിയുടെയും 3 മക്കളിൽ മൂത്തവനായി ജോ അരിഡി ജനിച്ചു. സിറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് ജോലി തേടി കുടിയേറിയവരായിരുന്നു ഹെൻറി മേരി ദമ്പതികൾ. കൊളറാഡോ ഫ്യൂവൽ ആൻഡ് അയൺ സ്റ്റീൽ മില്ലിൽ മോൾഡറായി ഹെൻറി ജോലിയിൽ പ്രവേശിച്ചു. തുടക്കത്തിൽ ജോ ഭൗതികമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയാണെന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. 5 വയസ്സുവരെയും സാധാരണ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന പോലെ അവന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മ എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു ജോ. 5 വയസ്സിന് ശേഷം ആ മാതാപിതാക്കൾ അവന് സ്കൂളിൽ അയച്ചെങ്കിലും പഠിക്കാനുള്ള ബുദ്ധിയില്ലെന്നും സംസാരിക്കാനുള്ള കഴിവില്ലെന്നും പറഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ അവനെ സ്കൂളിൽ നിന്നും പുറത്താക്കി. സ്കൂളിൽ പോകാതായതോടെ കുഞ്ഞു ജോ മറ്റൊന്നും ചെയ്യാനില്ലാതെ മുഴുവൻ സമയം വീട്ടിൽ തന്നെ ഇരിപ്പായി. സമപ്രായക്കാരായ കുട്ടികൾ ബുദ്ധി വളർച്ചയെത്താത്ത ജോയെ നിരന്തരം പരിഹസിക്കാൻ തുടങ്ങിയതോടെ മുഴുവനായും പുറം ലോകത്തിൽ നിന്ന് വിട്ട് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ഏകദേശം 10 വയസ്സ് പ്രായം വരെയും അവൻ തന്റെ ഒറ്റമുറി വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. അങ്ങനെ ഇരിക്കെ ഹെൻറിക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് ആ കുടുംബം വീണുപോയി. ഇതിനിടയിൽ ജോയെ വളർത്താൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവനെയും കൊണ്ട് ഹെൻറി പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകൾ കയറിയിറങ്ങി. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന സ്വന്തം മകന് കുറച്ചു നാളത്തേക്ക് ഒരു ആശ്രയ കേന്ദ്രം, അത് മാത്രമായിരുന്നു ഹെൻറിയുടെ ലക്ഷ്യം. എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല. എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണല്ലേ. ആരുടെയെങ്കിലും വീടുകളിൽ ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന ഒരാളുണ്ടായാൽ അത് ആ വീട്ടിലെ മുഴുവൻ ആളുകളുടെയും ഉള്ളിൽ ഒരു തീക്കനൽ തന്നെയാണ്. ഇതിനിടയിൽ സമ്പൂർണ്ണരെന്ന് സ്വയം അവകാശപ്പെടുന്ന നികൃഷ്ടരായ ചില മനുഷ്യജീവികളുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും. ഈ ഒരു അവസ്ഥ അനുഭവിച്ചവർക്കും അനുഭവിക്കുന്നവർക്കും ഞാൻ പറയുന്നത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഹെൻറിയുടെ അന്വേഷണങ്ങൾ ചെന്നെത്തിയത് കൊളറാഡോയിലെ ഗ്രാൻഡ് ജംഗ്ഷനിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂൾ ആയിരുന്നു. അവിടെ ജോയ്ക്ക് പ്രവേശനം ലഭിക്കുന്നു. പിന്നീട് ഹെൻറി മകനെ സ്കൂളിൽ വിട്ടതിന് ശേഷം തൊഴിലന്വേഷണത്തിൽ വ്യാപൃതനായി. എന്നാൽ ആ കുഞ്ഞു ജോയ്ക്ക് ആ സ്കൂൾ ജീവിതം ഒട്ടും ആശ്വാസജനകമായിരുന്നില്ല. സ്കൂളിലെയും സമീപ പ്രദേശങ്ങളിലെയും സമപ്രായക്കാരായ കുട്ടികൾ ജോയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. ജോയുടെ നേരെയുള്ള ഈ പീഡനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ജുവനൈൽ പ്രൊബേഷൻ ഓഫീസർ സ്കൂളിന്റെ സൂപ്രണ്ട് ഡോക്ടർ ബെഞ്ചമിൻ ജെഫേഴ്സണിന് ഒരു പരാതിക്കത്ത് എഴുതി. അയാൾ എഴുതിയതിന് ചുരുക്കം ഇങ്ങനെയാണ്. അതായത് ജോ ഒരു സ്വവർഗാനുരാഗിയാണെന്നും പരസ്പര സമ്മതത്തോടെയുള്ള പ്രവർത്തികളാണ് ഇവിടെ നടക്കുന്നതെന്നും തുടങ്ങി നിരവധി ധാർമ്മിക വ്യതിചലനങ്ങൾ പട്ടികപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഷീറ്റ് ഓഫീസർ ഉൾപ്പെടുത്തി. കൂട്ടത്തിൽ ജോ സ്കൂളിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാൻ പാടില്ലെന്നും അറിയിച്ചു. എങ്ങനെയാണ് ഒരു തെറ്റും അറിയാത്ത, പ്രത്യേകിച്ച് ഒരു വികാരങ്ങളും മനസ്സിൽ മുളയെടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൗമാരക്കാരനെ
ആ പ്രൊബേഷൻ ഓഫീസർ ഇങ്ങനെ ചിത്രീകരിച്ചത്. സത്യത്തിൽ അയാളല്ലേ യഥാർത്ഥ മാനസിക രോഗി. എന്തായാലും സ്കൂളിൽ തറ തുടയ്ക്കൽ, പാത്രങ്ങൾ കഴുകൽ തുടങ്ങി അധികം കഠിനമല്ലാത്ത ജോലികൾ മാത്രം ചെയ്യുക എന്ന രീതിയിലേക്ക് ജോ മാറി. ഈ കാലഘട്ടത്തിലുടനീളം സഹപാഠികൾ പലരും അവനെ ഇടയ്ക്കിടെ മർദ്ദിക്കുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 7 വർഷക്കാലം പാവം ജോ കഷ്ടപ്പാടുകൾ സഹിച്ച് അവിടെ കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ ഹോസ്റ്റലിലെ അടുക്കള ജോലിക്കാരിയായിരുന്ന മിസിസ് ബോവേഴ്സുമായി മാത്രമേ അവന് അടുപ്പമുണ്ടായിരുന്നുള്ളൂ. പല മിടുക്കന്മാരായ കുട്ടികളുടെയും അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തികൾ കൊണ്ട് അവന് വളരെ നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് കൂടിയേ തീരൂ എന്ന തീരുമാനത്തിൽ സൂപ്രണ്ട് ജെഫേഴ്സൺ എത്തി. പിന്നീട് ജോയെ വിട്ടുകിട്ടണമെന്ന് ആ കുടുംബം നൽകിയ അപേക്ഷ ജെഫേഴ്സൺ തടഞ്ഞു. കാരണം അവരുടെ മകൻ വികൃതമായ ശീലങ്ങൾ കാരണം സുരക്ഷാ കാരണങ്ങളാൽ തടവിലാണെന്ന് അവകാശപ്പെട്ടു. ചുരുക്കത്തിൽ ജോയുടെ സ്കൂളിലെ കഠിനമായ ജീവിതം അവന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. തന്നെ ഉപദ്രവിക്കുന്നവരെ ചെറുത്തു നിൽക്കാനുള്ള കഴിവോ ബുദ്ധി സാമർഥ്യമോ ഇല്ലാത്ത ജോയുടെ മുഖത്ത് സദാ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ പീഡനങ്ങൾ സഹിക്കവയ്യാതെയായപ്പോൾ 21 വയസ്സുള്ള ജോയും മറ്റ് 4 യുവാക്കളും സ്കൂൾ ഗ്രൗണ്ട് വിട്ട് അടുത്തുള്ള റെയിൽ യാർഡുകളിലെ ചരക്കുവണ്ടികളിൽ കയറി കൊളറാഡോ, യൂട്ട, വ്യോമിംഗ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചു. എന്നാൽ അവരിൽ 3 പേർ സ്വന്തം ഇഷ്ടപ്രകാരം സ്കൂളിലേക്ക് പിന്നീട് മടങ്ങിപ്പോയി. ജോ അരഡിയും മറ്റൊരു പയ്യനും ഗ്രാൻഡ് ജംഗ്ഷൻ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് സംഘത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ട്രെയിൻ യാത്ര തുടർന്നു. ഇതേ സമയം മറ്റൊരു സംഭവം നടന്നു. അത് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. 1936 ഓഗസ്റ്റ് 14 വൈകുന്നേരം കൊളറാഡോയിലെ പ്യൂബ്ലോയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഡ്രെയിൻ കുടുംബത്തിലെ 2 പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ടു. പൂട്ടിയിട്ടിരുന്ന മുൻവാതിലിലൂടെ ഒരു നുഴഞ്ഞുകയറ്റക്കാരൻ വീട്ടിലേക്ക് കയറി 15 വയസ്സുള്ള ഡൊറോത്തിയെയും അവളുടെ 12 വയസ്സുള്ള സഹോദരി ബാർബറ ഡ്രെയിനെയും ഒരു കോടാലി ഉപയോഗിച്ച് വെട്ടിവീഴ്ത്തിയിരിക്കുകയാണ്. ഡൊറോത്തി ബലാത്സംഗത്തിന് ഇരയായി. കോടാലി ആക്രമണത്തിൽ അവൾ മരിക്കുകയും ചെയ്തു. 2 ആഴ്ച കോമയിൽ കഴിഞ്ഞതിന് ശേഷം ബാർബറ അതിജീവിച്ചു. ആ രാത്രി അവരുടെ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന അവരുടെ ഇളയ സഹോദരൻ പരിക്കുകൾ ഏൽക്കാതെ അവശേഷിച്ചു. ഇതേ സമയം സ്കൂളിൽ നിന്നും അരഡിയോടൊപ്പം ഒളിച്ചോടിയ ഒരാളായ ബെൻ ഹാർവി പിന്നീട് അവിടെയുണ്ടായിരുന്ന തൊഴിലാളികളോട് താനും അരഡിയും ഓഗസ്റ്റ് 16 വൈകിട്ടോടെ ബെസമറിലെ തന്റെ കുടുംബത്തെ കാണാൻ പ്യൂബ്ലോയിലൂടെ കടന്നുപോയി എന്നും വീട്ടുകാർ പട്ടണത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് താമസം മാറിയത് അവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് സംശയങ്ങൾക്ക് കാരണമായി. ഇതിനിടയിൽ ഷയാൽ പ്രദേശത്തെ റെയിൽപാളത്തിന് സമീപം ഇതൊന്നും അറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ജോയെ പോലീസ് സംശയാസ്പദമായി അറസ്റ്റ് ചെയ്തു. ജോർജ് കരോൾ ആണ് ജോയെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ. ചോദ്യം ചെയ്യലിൽ ജോ ആണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും കൊല ചെയ്തതെന്നും സമ്മതിച്ചു എന്ന് അയാൾ രേഖപ്പെടുത്തി. ഗ്രാൻഡ് ജംഗ്ഷനിൽ നിന്ന് ഷയാലിലേക്ക് പ്യൂബ്ലോയിലൂടെയാണ് ജോ യാത്ര ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചതോടെ പൊതുജനങ്ങളും ജോ തന്നെയാണ് കൊലപാതകിയെന്ന് വിശ്വസിച്ചു. ഒരു മരവും ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ കഴിയാത്ത, 1 മുതൽ 10 വരെ സഹായമില്ലാതെ എണ്ണാൻ സാധിക്കാത്ത, ആഴ്ചയിലെ 7 ദിവസങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കാത്ത, അത്രമാത്രം ഭൗതിക വെല്ലുവിളികൾ നേരിട്ട നിഷ്കളങ്കനായ ആ യുവാവിനെ ചുരുക്കത്തിൽ തന്റെ ജോലി പെട്ടെന്ന് തീർക്കുക എന്ന ഒറ്റ കാര്യം കൊണ്ട് കുറ്റക്കാരനായി കസ്റ്റഡിയിൽ എടുക്കുകയാണ് ആ നീചനായ ഉദ്യോഗസ്ഥൻ ചെയ്തത്. അങ്ങനെ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകവെയാണ് പ്യൂബ്ലോയിലെ പോലീസ് മറ്റൊരു പ്രതിയെ അറസ്റ്റ് ചെയ്ത വിവരം ജോയെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ ജോർജ് കരൾ അറിയുന്നത്. ഡ്രെയിൻ കുടുംബത്തിലെ ഒരു മുൻ ജോലിക്കാരനായിരുന്ന ഫ്രാങ്ക് അക്വീലർ ആയിരുന്നു ആ പ്രതി. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിൽ എത്തിയതായിരുന്നു അക്വീലർ. ഡൊറോത്തിയുടെ പിതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഫ്രാങ്ക് അക്വീലറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ആ പകയായിരുന്നു കൊലപാതകത്തിനുള്ള മോട്ടീവ്. ഇതറിഞ്ഞ ഉദ്യോഗസ്ഥൻ ജോർജ് കരൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ജോ പലവട്ടം കുറ്റം സമ്മതിച്ചതാണെന്നും കൊലപാതകത്തിൽ ഫ്രാങ്ക് തന്റെ പങ്കാളിയാണെന്നുമാണ് ജോ സ്റ്റേറ്റ്മെന്റ് തന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ അതേസമയം കൊല നടത്തിയ ഫ്രാങ്ക് ജോയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഈഗോയിസ്റ്റ് കൂടിയായ ജോർജ് കരോൾ എന്ന ഉദ്യോഗസ്ഥനും സംഘവും അത് മുഖവിലക്കെടുത്തില്ല. ജോയുടെ അറസ്റ്റിനെ തുടർന്ന് സ്കൂളിന്റെ ചുമതലയുള്ള സംസ്ഥാന നിയന്ത്രണ ബോർഡിന്റെ ചെയർമാനായ വാൻ ഹിഗിൻസ് ഒരു സ്വതന്ത്ര അന്വേഷണം ആരംഭിക്കുകയും ജോയുടെ നിരപരാധിത്വത്തിൽ ഉറച്ചു നിൽക്കുകയും അവനെ പിന്തുണയ്ക്കുകയും ചെയ്തു. കേസ് വിചാരണ തുടങ്ങിയപ്പോൾ ജോയുടെ അഭിഭാഷകൻ തന്റെ കക്ഷി നിരപരാധിയാണെന്നും
ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയാണെന്നും കോടതിയിൽ വാദിച്ചു. കൂടാതെ ജോയെ പരിശോധിച്ച 3 മനഃശാസ്ത്രജ്ഞർ ജോയുടെ അഭിഭാഷകന്റെ സ്റ്റേറ്റ്മെന്റിനെ ഉറപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് നൽകി. ജോയുടെ IQ 46 ആണ്. ഒരു 6 വയസ്സുകാരന്റെ ബുദ്ധി വളർച്ച മാത്രമേ അവനുള്ളൂ എന്നും ശരിയും തെറ്റും മനസ്സിലാക്കാൻ അവന് സാധിക്കില്ലെന്നും അതിലുപരി ക്രിമിനൽ ഉദ്ദേശത്തോടെ ഒന്നും ചെയ്യാൻ അവന് സാധിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. പക്ഷെ ആ കാലത്ത് ശിക്ഷ വിധിക്കാൻ തെളിവുകളേക്കാൾ പ്രതിയുടെ കുറ്റസമ്മതമാണ് വേണ്ടത്. പോലീസിനെ കണ്ടുഭയന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ആ 21-കാരൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ മനസാക്ഷി ലെവലേശം പോലും ഇല്ലാതിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അവന്റെ അവസ്ഥയെ പരമാവധി ചൂഷണം ചെയ്തു. ഒരു വലിയ വാചകം മുഴുവനായി പറയാനോ എഴുത്തോ വായനയോ ഒന്നും അറിയാത്ത ആ പയ്യൻ പോലീസുകാർ എഴുതി തയ്യാറാക്കിയ കുറ്റമേറ്റ് പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യപത്രത്തിൽ ഒപ്പിടുകയായിരുന്നു. പോലീസുകാർ പരമാവധി ശിക്ഷ ജോയ്ക്ക് കിട്ടണമെന്ന ഉദ്ദേശത്തിൽ എഴുതി പിടിപ്പിച്ച കള്ളക്കഥയിൽ പെൺകുട്ടികളെ മരം കൊണ്ടുള്ള ബേസ്ബോൾ ബാറ്റ് കൊണ്ട് തലക്കടിച്ചുവെന്നും അതിനുശേഷം കോടാലി ഉപയോഗിച്ച് ഡൊറോത്തിയെ കൊലപ്പെടുത്തിയെന്നും അവർ വിവരിച്ചു. എന്നാൽ ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞത് മരം കൊണ്ടുള്ള ബേസ്ബോൾ ബാറ്റ് കൊണ്ടുള്ള പ്രഹരത്തിൽ ഇത്രമാത്രം ആഴത്തിലുള്ള പരിക്കുകൾ ഉണ്ടാവില്ല എന്നാണ്. പോലീസ് മുന്നോട്ട് വെച്ച സാഹചര്യ തെളിവുകളല്ലാതെ ശാസ്ത്രീയമായ ഒരു തെളിവുകളും ജോയ്ക്കെതിരെ ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, മരിച്ച ഡൊറോത്തിയുടെ സഹോദരി രക്ഷപ്പെട്ട ബാർബറ ഫ്രാങ്കിനെ മാത്രമാണ് തിരിച്ചറിഞ്ഞതും ആ കുട്ടി നൽകിയ മൊഴിയിലും ഫ്രാങ്ക് മാത്രമാണ് ഉണ്ടായത്. ജോ ഉണ്ടായിരുന്നേയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിയുടെ മൊഴി മാത്രം കണക്കിലെടുത്ത കോടതി ജോയ്ക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. പിന്നീട് കൊളറാഡോ അറ്റോർണി ജനറലായും കൊളറാഡോ വാട്ടർ കമ്മീഷണറായും തെരഞ്ഞെടുക്കപ്പെട്ട അഭിഭാഷകൻ ഗെയിൽ എൽ അയർലൻഡ് ആണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചതിന് ശേഷം ജോയുടെ കേസിൽ ഒരു പ്രോ ബോണോ ഡിഫൻസ് കൗൺസിലറായി ഇടപെട്ടത്. ജോയുടെ വധശിക്ഷയുടെ കാലതാമസങ്ങൾ അയർലൻഡ് നേടിയെങ്കിലും അദ്ദേഹത്തിന് തന്റെ ശിക്ഷ റദ്ദാക്കാനോ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാനോ കഴിഞ്ഞില്ല. താൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് ഫ്രാങ്ക് പറഞ്ഞതായും ജോയുടെ മാനസിക പരിമിതികൾ മെഡിക്കൽ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വധശിക്ഷയുടെ അർത്ഥം എന്താണെന്ന് പോലും ജോയ്ക്ക് അറിയില്ലെന്നും അയർലൻഡ് എന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചു. അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്യാസ് ചേംബർ ഉപയോഗിച്ചാൽ കൊളറാഡോ സംസ്ഥാനത്തിന് അപമാനത്തിൽ നിന്ന് മുക്തി നേടാൻ വളരെ സമയമെടുക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എന്നാണ്. കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ തന്റെ അപ്പീലുകളിൽ അയർലൻഡ് എന്ന അഭിഭാഷകനെ പിന്തുണച്ചു. അവരിൽ ഒരാളായ ഹോളി ക്രോസ് ആബിയുടെ മഠാധിപനായ ലിയോനോർഡ് ഷ്വിൻ ഗവർണർക്ക് എഴുതിയ ഒരു പ്രസ്താവനയിൽ ശിക്ഷയെ ചോദ്യം ചെയ്തു. സംസ്ഥാനം കുട്ടികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു. ജോയ്ക്ക് വേണ്ടിയുള്ള അപ്പീലുകളും ഹർജികളും ഫയൽ ചെയ്തതോടെ വധശിക്ഷയ്ക്ക് 9 സ്റ്റേകൾ ലഭിച്ചു. താൻ ചെയ്ത തെറ്റെന്താണെന്നും എന്തിനാണ് ജയിലിൽ താൻ താമസിക്കുന്നതെന്നും അറിയാതെ സന്തോഷവാനായി ഒരു നിഷ്കളങ്കനായ കുഞ്ഞിനെ പോലെ അവൻ ജീവിച്ചു. മരണം കാത്തുകിടക്കുന്ന സന്തോഷവാനായ തടവുകാരൻ, ദി ഹാപ്പിയസ്റ്റ് മാൻ ഓൺ ദ ഡെത്ത് റോ എന്ന് ജയിൽ വാർഡൻ അവനെ വിശേഷിപ്പിച്ചു. ജോയിലെ 6 വയസ്സുകാരനായ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ ജയിൽ വാർഡൻ റോയ് ബെസ്റ്റ് അവന് കളിപ്പാട്ടങ്ങളും ക്രയോൺസ്, കരകൗശല വസ്തുക്കളും സമ്മാനമായി നൽകാറുണ്ട്. അയാൾ സ്വന്തം മകനെ പോലെയാണ് ജോയെ നോക്കിയിരുന്നത്. ടോയ് ട്രെയിൻ ആയിരുന്നു അവയിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ടത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 21 മാസങ്ങളിൽ തടവുകാരും ഗാർഡുകളും ഒരുപോലെ ജോയെ ഇഷ്ടപ്പെടുകയും നന്നായി അവനോട് പെരുമാറുകയും ചെയ്തു. ഒരുപക്ഷെ ജോയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ആ 2 വർഷത്തെ ജയിൽവാസ കാലഘട്ടമായിരിക്കും. തന്റെ സെല്ലിൽ 23 മണിക്കൂർ ലോക്ക്ഡൌൺ ആയിരുന്നിട്ടും അവൻ സന്തോഷവാനായി കാണപ്പെട്ടു. ഒരു ലോഹ ഭക്ഷണ ട്രേ കണ്ണാടിയായി ഉപയോഗിച്ച് തമാശയുള്ള മുഖങ്ങൾ ഉണ്ടാക്കി ചിരിക്കുന്നതായി പലപ്പോഴും അവനെ കാണപ്പെട്ടു. ഒരിക്കൽ ഒരു പ്രത്യേക പത്ര അഭിമുഖത്തിൽ മോചിതനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ജോയോട് ചോദിച്ചപ്പോൾ, ഇല്ല, എനിക്ക് വാർഡൻ ബെസ്റ്റിനൊപ്പം ജീവിക്കണമെന്നും വീട്ടിൽ കുട്ടികൾ എന്നെ അടിക്കാറുണ്ടായിരുന്നു, ഇവിടെ എനിക്ക് കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും അവൻ പറഞ്ഞു. 1939 ജനുവരി 6 ജോയുടെ വധശിക്ഷ നിശ്ചയിച്ച ദിവസം. അവൻ അതീവ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് തന്റെ ടോയ് കാർ എടുത്ത് കളിക്കാനിരുന്നു. ഇതിനിടയിൽ വാർഡൻ ജോയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ വേണോ എന്ന് ചോദിച്ചു. മറുപടിയായി ഐസ്ക്രീം വേണമെന്ന് അവൻ പറഞ്ഞു. വധശിക്ഷ നടപ്പാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ജോയുടെ അമ്മയും സഹോദരിയും അമ്മായിയും കസിനും അടങ്ങുന്ന കുടുംബം അപ്രതീക്ഷിതമായി അന്തിമ സന്ദർശനം നടത്തി.
1937 ഫെബ്രുവരി 24 ന്യൂമോണിയ ബാധിച്ച് 51 വയസ്സുള്ള പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. തടവിലാക്കപ്പെട്ട ശേഷം അമ്മ മേരിയെ കണ്ടിട്ടില്ല. 15 മിനിറ്റ് നീണ്ടു നിന്ന സന്ദർശന വേളയിൽ മുഴുവൻ ജോ ഒരു പരന്ന വികാരം പ്രകടിപ്പിച്ചതായി ശ്രദ്ധിക്കപ്പെട്ടു. മകനെ കണ്ടപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജോ, എന്റെ ജോ എന്ന് വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ ജോ പ്രതികരിച്ചേയില്ല. വശത്തേക്ക് നോക്കി ഹലോ എന്ന് മാത്രം പറഞ്ഞു. ഇത് മാറ്റി നിർത്തിയാൽ സന്ദർശന വേളയിൽ ജോ മൗനം പാലിച്ചു. സഹതടവുകാർ കുടുംബത്തിന് കഴിക്കാൻ 3 ഗാലൺ ബക്കറ്റ് ഐസ്ക്രീം കൊണ്ടുവന്നപ്പോൾ ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു ജോയ്ക്കുണ്ടായിരുന്നത്. ശേഷം വാർഡൻ മരണ വാറന്റ് ജോയെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ മനസ്സിലായോ എന്ന് ചോദിച്ചു. അവർ എന്നെ കൊല്ലുകയാണെന്ന് പതിഞ്ഞ സ്വരത്തിൽ അവൻ മറുപടി പറഞ്ഞു. ഗ്യാസ് ചേംബറിലേക്ക് പോകുന്നതിന് മുൻപ് ജോ ഓരോ സെല്ലിലും പോയി എല്ലാ തടവുകാരോടും കൈകുലുക്കി വിട പറഞ്ഞു. പോകുമ്പോൾ വാർഡൻ ടോയ് ട്രെയിൻ സഹതടവുകാരെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മനമില്ല മനത്തോടെ കൊടുക്കുകയും ബാക്കി വന്ന ഐസ്ക്രീം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും അല്പം കഴിഞ്ഞ് വന്ന് കഴിച്ചോളാമെന്നും അവൻ പറഞ്ഞ് നടന്നു നീങ്ങി. സത്യത്തിൽ മരണം എന്താണെന്നോ ഗ്യാസ് ചേംബർ എന്താണെന്നോ ഒന്നും അവൻ അറിഞ്ഞിരുന്നില്ല. പോകുന്നതിനിടയിൽ വാർഡൻ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇല്ല, ജോ മരിക്കില്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ ഗ്യാസ് ചേംബറിനകത്ത് ജോയെ ഇരുത്തിയപ്പോൾ പെട്ടെന്ന് അവൻ പരിഭ്രാന്തനായി. ആ സമയം വാർഡൻ അവന്റെ കൈകൾ പിടിച്ച് അവന് ധൈര്യപ്പെടുത്തി. ഈ സമയത്തെല്ലാം വാർഡന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. വധശിക്ഷയ്ക്കായി കണ്ണുകളടച്ച അവൻ ചേംബറിൽ ഇരുന്നു. രാത്രി 8:13 വാതകം പുറത്തു വന്നു. 3 തവണ ശ്വാസമെടുത്ത ശേഷം ബോധം നഷ്ടപ്പെട്ട ജോ പുഞ്ചിരിച്ചു. 8:19 അദ്ദേഹം മരിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഗ്യാസ് ചേംബർ വഴി വധശിക്ഷയ്ക്ക് വിധേയനാകുന്ന അമേരിക്കയിലെ 7ാമത്തെ തടവുകാരനായി ജോ മാറി. കൊടൂര കുറ്റകൃത്യങ്ങൾ ചെയ്ത മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പല സഹതടവുകാരും ജോയുടെ മരണം കണ്ട് പൊട്ടിക്കരഞ്ഞു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇത്രയും ഈറനണിയിച്ച ഒരു വധശിക്ഷ വേറെ ഒന്നും ഉണ്ടാവില്ല. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയെ നിഷ്കളങ്കതയ്ക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കാൻ കഴിയുന്ന കൊച്ചു കുഞ്ഞിന്റെ മനസ്സുള്ള മരണം എന്താണെന്ന് പോലും അറിയാത്ത ഒരു യുവാവിനെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വധശിക്ഷ വിധിച്ച കോടതിയോടോ അധികാരികളോടോ പോലീസ് ഉദ്യോഗസ്ഥരോടോ ഉള്ളിൽ മറ്റേതൊരു വ്യക്തിയോടും തോന്നാത്ത ഒരു തരം വെറുപ്പ് നിറഞ്ഞ വികാരമാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അവൻ ചെയ്ത തെറ്റ്? ബുദ്ധി വളർച്ചയെത്താതെ പോയതോ, അതോ പണവും സ്വാധീനവും ഇല്ലാത്ത ദരിദ്രരായ മാതാപിതാക്കൾക്ക് ജനിച്ചതോ? 1947 അരഡിയുടെ അമ്മ മേരി ഒഹായോയിലെ ടോളിഡോയിൽ തന്റെ സഹോദരങ്ങളോടൊപ്പം താമസിക്കാൻ യാത്രയായി. 1960 സെപ്റ്റംബർ 20 അവർ 75 വയസ്സുള്ളപ്പോൾ മരിച്ചു. ജോയുടെ കഥ പുറലോകം അറിഞ്ഞത് റോബർട്ട് പെർസ്കെയുടെ ഡെഡ്ലി ഇന്നസെൻസ് എന്ന പുസ്തകത്തിലൂടെയാണ്. അമേരിക്കൻ എഴുത്തുകാരി കൂടിയായ മാർഗരറ്റ് യങ്ങിന്റെ മോഡറേറ്റ് ഫാബിൾ എന്ന കൃതിയിലെ കവിതയാണ് പെർസ്കെയ്ക്ക് പ്രചോദനമായത്. The man you killed tonight is 6 years old. He has no idea why he dies. ജോ എന്ന നിരപരാധിയെ കുറിച്ച് ആ വാർഡന്റെ മനസ്സിലൂടെ കടന്നുപോയ ചില വികാരങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു ആ വരികൾ. റോബർട്ട് പെർസ്കെയുടെ ഡെഡ്ലി ഇന്നസെൻസ് എന്ന ആ പുസ്തകം വലിയൊരു കോളിളക്കമാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുറ്റവാളികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിക്കുന്നത് 2002 ജോയുടെ കേസ് പുനഃപരിശോധിക്കണമെന്നും അവന് നീതി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഫ്രണ്ട്സ് ഓഫ് ജോ അരഡി എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ സംഘടിക്കുകയും അവർ ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്തു. ഈ സംഘടനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജോയ്ക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ഗെയിൽ അയർലൻഡിന്റെ ചെറുമകനായിരുന്ന ടെറി ബ്രാഡ്ജറ്റ് ആയിരുന്നു. അദ്ദേഹം ജോയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു. കേസിനെ കുറിച്ച് വർഷങ്ങളോളം ഗവേഷണം നടത്തിയ പ്രാദേശിക അറ്റോർണി ഡേവിസ് എ മാർട്ടിനസ് ഈ വിഷയം ഉന്നയിച്ച് ഗവർണർക്ക് ഒരു കത്തെഴുതി. അതിൽ പ്രതിപാദിച്ചത് ഡൊറോത്തിയുടെ മരണത്തിൽ പരിഭ്രാന്തരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോർജ് കരൽ കെട്ടിച്ചമച്ചതാണ് ജോ എന്ന കൊലപാതകിയുടെ കഥ. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ജോയ്ക്ക് കുറ്റം എന്താണെന്നോ കുറ്റം നിഷേധിക്കാനോ സമ്മതിക്കാനോ ഉള്ള വിവേചന ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കഥ വെറും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നും
അതുമാത്രമല്ല, യഥാർത്ഥ പ്രതിയായ ഫ്രാങ്ക് അക്വിലർ ജോയെ അറിയില്ലെന്ന് പറഞ്ഞിട്ടും അത് വകവയ്ക്കാതെ പോലീസ് എഴുതി ചമച്ച കുറ്റപത്രത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ജോയെ കൊണ്ട് ഒപ്പിടിവിക്കുകയായിരുന്നു. പിന്നീട് നടന്ന നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒടുവിൽ ജോയ്ക്ക് നീതി ലഭിക്കുകയാണ്. 2011 ജനുവരി 7 കൊളറാഡോ ഗവർണർ ബിൽ റിറ്റർ പൂർണ്ണവും നിരുപാധികവുമായ മരണാനന്തര മാപ്പ് നൽകുകയാണ്. പിന്നീട് ഗവർണർ നൽകിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിരപരാധിയായ ജോ എന്ന ഭൗതിക വളർച്ചയെത്താത്ത ആ യുവാവ് മരണം നടക്കുമ്പോൾ പ്യൂബ്ലോയിൽ ഉണ്ടായിരുന്നില്ല. IQ വെറും 46 മാത്രം ഉണ്ടായിരുന്ന വെറും ഒരു 6 വയസ്സുകാരന്റെ മാത്രം മാനസിക വളർച്ചയുണ്ടായിരുന്ന ജോയെ പോലീസും മറ്റുദ്യോഗസ്ഥരും കെട്ടിച്ചമച്ച ഒരു കഥയിലെ കഥാപാത്രമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. മരണാനന്തര മാപ്പ് നൽകുന്നത് അസാധാരണമായ ഒരു പ്രതിവിധിയാണ്. ജോ അരിഡി വധശിക്ഷ ഏറ്റുവാങ്ങിയത് അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റത്തിനായിരുന്നു. വിചാരണയുടെയും വധശിക്ഷയുടെയും സമയത്ത് അദ്ദേഹത്തിന്റെ മാനസിക നില പരിഗണിക്കാതിരുന്നത് വളരെ വലിയൊരു വീഴ്ചയായി പോയി. ജോ അരിഡിക്ക് മാപ്പ് നൽകുന്നതിലൂടെ കൊളറാഡോയിലെ ഈ തെറ്റ് ഒരിക്കലും മാച്ചു കളയാൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാലും ജോയുടെ സൽപ്പേരെ പുനഃസ്ഥാപിക്കുക എന്നത് നീതിയുടെ ഒരു അടയാളമായി കാണുന്നു എന്നാണ്. 2007 ജോ അരിഡിയുടെ ശവക്കല്ലറയിൽ ഒരു കൂടാരം സ്ഥാപിച്ചു. അതിൽ ഒരു ട്രെയിനുമായി കളിക്കുന്ന ജോയുടെ രൂപം ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ എഴുതി: ഇതാ ഇവിടെ നിരപരാധിയായ ഒരു മനുഷ്യൻ കിടക്കുന്നു.